ഇന്നൊരു വ്ളോഗാണ്. കാരണം ഞാൻ ചെറിയൊരു ട്രാവലിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ ട്രാവൽ ചെയ്യുന്നത് പഞ്ചാബിലേക്കാണ്. ഞാൻ ഇപ്പോൾ ഫ്ലൈറ്റിൽ കയറി ഭയങ്കര ഇതായിപ്പോയി. കാരണം ഞാൻ ലേറ്റായിപ്പോയി. പിന്നെ സെക്യൂരിറ്റി ചെക്കിൽ കുറേ ഡിലേ വന്ന്. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോകുന്നത് ഡൽഹിയിലോട്ടാണ്. ഇപ്പോൾ സമയം 5:15 കേട്ടോ. അപ്പോൾ 5:30ക്കാണ് ഫ്ലൈറ്റിൻ്റെ ടൈമിംഗ് പറഞ്ഞേക്കുന്നത്. 8:30 ഞാൻ ഡൽഹി എത്തും. ഒറ്റയ്ക്കാണ് കേട്ടോ ട്രാവൽ ചെയ്യുന്നത്. ഹസ്ബൻഡ് ഇല്ല. കാരണം ഹസ്ബൻഡിന് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്. ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാനായിട്ട് അത്ര പേടിയൊന്നും ഇല്ല. കാരണം ഞാൻ പണ്ട് തുടങ്ങി ഒറ്റയ്ക്കാണ് ട്രാവൽ ചെയ്യുന്നത്. കാരണം അതൊരു യൂസ് ടു ആയേക്കാണ്. അപ്പം ഞാൻ പഞ്ചാബിലോട്ട് എന്തിനാ പോണേ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനുള്ള മറുപടി പറയാം. ഞാൻ പഞ്ചാബിൽ പോകുന്നത് എൻ്റെ ചേച്ചീനെ കാണാനാണ്. എൻ്റെ ചേച്ചി സെറ്റിൽഡാണ്. കല്യാണമൊക്കെ കഴിച്ച് ജലന്ധറിലാണ് സെറ്റിൽഡ് ആയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചേച്ചീനെ ഇങ്ങനെ ഒക്കെ കാണാൻ വേണ്ടി കുറച്ച് മോളുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവളുടെ ഫോട്ടോസൊക്കെ. നമ്മൾ ഡൽഹി എത്തി. ജസ്റ്റ് നല്ല കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു. ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ ബാഗേജ് എടുക്കണം. എനിക്ക് ചേട്ടൻ്റെ ഫോൺ വന്നായിരുന്നു. ചേട്ടൻ അവിടെ എത്തിയിട്ടുണ്ട്. ചേട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. വേഗം ഇനിയും പുറത്തോട്ട് പോകണം. ചേട്ടൻ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ചേട്ടനെ ഒന്ന് കാണണം. ഇതെന്റെ ചേട്ടൻ അങ്കുഷാണ്. ഇവിടെ തന്നെ ചേട്ടന് കുറച്ചൊക്കെ മലയാളം അറിയാം. നേരെ ചേട്ടൻ വാ പോ അത്രയൊക്കെ അറിയുള്ളൂ.
സിറ്റി കശ്മീരി ഗേറ്റിലുള്ള ബസ് സ്റ്റാൻഡിലാണ്. കാരണം ട്രെയിനിൻ്റെ ചെറിയ എന്തോ ഒരു പ്രശ്നം വന്ന് ട്രെയിൻ ഡിലേ ആയോ ക്യാൻസൽ അങ്ങനെ എന്തോ ആയിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഞങ്ങളിപ്പോൾ ബസ്സിലാണ് പോകുന്നത്. ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തു. നല്ല കുഴപ്പമില്ലാത്ത നല്ല ഇത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ബസ്സാണ്. അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ ജലന്ധറിലോട്ടാണ് പോകുന്നത്. ശരിക്കും എനിക്ക് ഭയങ്കര സന്തോഷമാണ് നോർത്ത് ഇന്ത്യയിലോട്ട് വരുമ്പോൾ, എസ്പെഷ്യലി ഡൽഹി, ജലന്ധർ, ഹിമാചലൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഭയങ്കര ഒരു എൻ്റെ നാട് പോലെ തോന്നിപ്പോകും. മീൻസ് നാടെന്നല്ല, ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഇത്രയും വർഷം ഉള്ളതുകൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇവിടെ വരുമ്പം. ഐ ഫീൽ റിയലി ഹാപ്പി. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആണ് ചേച്ചിയെ കാണണം, കുഞ്ഞിനെ കാണണം. അപ്പോൾ അവൾ നന്നായിട്ട് സംസാരിച്ചൊക്കെ തുടങ്ങി. അപ്പോൾ നല്ല രസമല്ല ഈ സമയത്തൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ കളിപ്പിക്കാനും ചിരിക്കാനും ഒക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. ഇവിടുന്നൊരു 7-8 മണിക്കൂർ എടുക്കും ഞങ്ങൾക്ക് ജലന്ധർ വരെ എത്താനായിട്ട്. ഇപ്പോൾ സമയം 10 മണിയാവുന്നു. അപ്പോൾ 10:20 പറഞ്ഞേക്കുന്നത് ബസ്സിൻ്റെ ടൈമിങ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു. നല്ല സന്തോഷമുണ്ട്, നല്ല ഹാപ്പിയാണ്, നല്ല എക്സൈറ്റഡ് ആണ്. പിന്നെ വിഷമമുണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു വിഷമമുണ്ട്. കാരണം ഏട്ടനെ പിരിഞ്ഞിരിക്കുന്നു, അമ്മ അച്ഛൻ അവരെയൊക്കെ പിരിഞ്ഞിരിക്കുന്നു, കുറച്ചൊക്കെ അവരെ പിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമുണ്ട്. അവിടെ അച്ഛനൊക്കെ നല്ല വിഷമമായി ഞാൻ ഇത്രയും ദിവസം ഇങ്ങോട്ടേക്ക് വന്നതിന്. ഒരാഴ്ച ഉണ്ടാവും ഞാൻ എന്തായാലും ചേച്ചിയുടെ അടുത്ത്. പിന്നെ ഞാൻ വർഷത്തിലൊരിക്കലാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ചേച്ചി അങ്ങോട്ടേക്ക് വരും, എന്നിട്ട് ഞാൻ ഇങ്ങോട്ട് വരും. അങ്ങനെ ഞങ്ങളിങ്ങനെ റൗണ്ട് അടിച്ച് നടക്കും. മോർണിംഗ്. അപ്പം ഞാൻ ഇന്നലെ രാത്രിയിൽ എത്തിയിട്ട് ആകെപ്പാടെ ടയേർഡായിരുന്നു. ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് വീട്ടിലെത്തിയത്. കാരണം ജലന്ധർ എൻട്രി ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെ. എല്ലാവരെയും കണ്ടു, ചേച്ചിയുടെ മോള്, പിന്നെ അവളുമായിട്ടൊക്കെ കളിച്ചും കാര്യങ്ങളും ഒക്കെ ആയപ്പോഴത്തേക്ക് വ്ലോഗ് ചെയ്യാനും തോന്നിയില്ല. പിന്നെ ടയേർഡും ആയത് കാരണം ഞാൻ അങ്ങനെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറി കിടന്നുറങ്ങി. ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്നിപ്പോൾ സൺഡേ ആണ്. ഇന്നത്തെ പ്ലാൻ എന്താണെന്നും അറിയില്ല. ഞാൻ അങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ല. എന്താണോ എങ്ങനെയാണോ നമുക്ക് സന്ദർഭം കിട്ടുന്നത് അങ്ങനെ ഒക്കെ പുറത്ത് പോകാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ ഒക്കെ ആണെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ജലന്ധറിലാണോ, എന്താ ഒരു ഫീൽ. ശരിക്കും എനിക്ക് ഉള്ളിൽ നിന്നൊരു സന്തോഷം വരും. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ഒരു കാഴ്ചയൊക്കെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണെന്ന്. ഇത് ഇവിടെ ചേച്ചിയുടെ ഒക്കെ അച്ഛൻ്റെ ചെറിയൊരു കൃഷിയാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെയോ വഴുതനങ്ങയുണ്ട്. പിന്നെ ഒരു ഇങ്ങനെ സീസൺ വൈസ് ഇങ്ങനെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നട്ടുകൊണ്ടിരിക്കും. ഇതാ കാണുന്നത് മഞ്ഞളാണ്. പുറകിലോട്ടൊക്കെ പാടമാണ്. ഇതിൻ്റെ ഈ ഒരു മതിലിൻ്റെ ബൗണ്ടറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇതാണ് ഇവരുടെ ഏരിയ. അപ്പം ഞാൻ ഈ വ്ളോഗ് ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. ഇനി അടുത്ത വ്ളോഗിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് എനിക്കും അറിയില്ല. ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ബി ആൻഡ് ബ്ലെസ്ഡ്. Bye bye.